സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. എല്ലാവർക്കും വിനീതമായ നമസ്കാരം. നാരായണീയത്തിലെ 80-ാം ദശകം നമുക്ക് പഠിക്കാം. ഈ ദശകത്തിലെ സ്യമന്തകം കഥയാണ് വർണ്ണിക്കുന്നത്. പദ്യം വായിച്ചിട്ട് അർത്ഥം പറയാം. തത്രാജിതസ്ത്വമഥ ലുബ്ധവതർക്കലബ്ധം ദിവ്യം സ്യമന്തകമണിം ഭഗവന്നയാചീഃ തത്കാരണം ബഹുവിധം മമ ഭാതി നൂനം തസ്യാത്മജാം ത്വയി രതാം ചലതോ വിവോഢും. സത്രാജിതഃ, സത്രാജിത്തിൻ്റെ ത്വം നീ എന്നുള്ളത് ഭഗവാനോട് ഭട്ടതിരി പറയുന്നത്. അഥാനന്തരം ലുബ്ധവത്, ഒരു ലുബ്ധനെ പോലെ. ലുബ്ധൻ എന്ന് പറഞ്ഞാൽ അത്യാഗ്രഹിയാണല്ലോ, കൂടുതൽ ധനം വേണം എന്നൊക്കെ പറയുന്നവരെയാണ് നമ്മൾ ലുബ്ധൻ എന്ന് പറയുന്നത്. ലുബ്ധവത് എന്ന് പറഞ്ഞാൽ ഒരു ലുബ്ധനെ പോലെ നീ സത്രാജിത്തിൻ്റെ കയ്യിലുള്ള രത്നം. ലുബ്ധവത് അർക്കലബ്ധം, സത്രാജിത്തിന് അർക്കനിൽ നിന്നും ലഭിച്ചത്, സൂര്യനിൽ നിന്നും സൂര്യനെ തപസ് ചെയ്ത് ലഭിച്ചതായ ദിവ്യം സ്യമന്തകമണിയും, ദിവ്യമായ സ്യമന്തകമണിയെ ഭഗവാൻ, അല്ലയോ ഭഗവാനെ, ഭഗവൻ ത്വം അയാചീഹി, യാചിച്ചു, മധ്യപുരുഷനാണ്. തത്കാരണം, അതിൻ്റെ കാരണം ബഹുവിധം മമ ഭാതി, പലതരത്തിൽ, മമ എനിക്ക്, ഭാതി എനിക്ക് തോന്നുന്നു. ഭാതി എന്ന് പറഞ്ഞാൽ എനിക്ക് അങ്ങനെ തോന്നുന്നു. നൂനം, നിശ്ചയമായും എന്തായിരിക്കാമെന്ന് തോന്നുന്നു. തസ്യ ആത്മജാം, തസ്യ അവൻ്റെ ആത്മജയെ, പുത്രിയെ, അത് സത്യഭാമയാണ്. ത്വയി രഥാം, സത്യഭാമ ഭഗവാനിൽ പ്രണയിനിയായിരുന്നു. അതാ ത്വയി രഥാം, നിന്നിൽ രഥയായിരവളെ ഛലതഃ വിവോഢും. ഛലതഃ എന്ന് പറഞ്ഞാൽ ഒരു കള്ളമാർഗത്തിൽ കൂടി എന്നുള്ള അർത്ഥത്തിലാണ്. ഛലതഃ തസ്സലെന്തോയമാണ്. വിവോഢും എന്ന് പറഞ്ഞാൽ വിവാഹം കഴിക്കുന്നതിന്, തുമിനെന്തോയാണ് അവയവാണ്. സത്രാജിത്ത് ശതധന്വാവ് എന്ന് പറയുന്ന ആളിന് ഈ പുത്രിയെ വിവാഹം കഴിച്ചു കൊടുക്കാമെന്ന് നേരത്തെ വാക്ക് കൊടുത്തിരുന്നു. പക്ഷേ സത്യഭാമയാകട്ടെ ഭഗവാനിൽ അനുരക്തയായിരുന്നു. അപ്പോൾ പിന്നെ എന്താണ് മാർഗം? അപ്പോൾ പിന്നെ മാർഗം, അതിന് ഇനി വേറെ മാർഗം കണ്ടുപിടിക്കണം. അതുകൊണ്ടായിരിക്കാം രത്നത്തെ യാചിച്ചത് എന്നാണ് ഭട്ടതിരി പറയുന്നത്. അത് അടുത്ത പദ്യം നോക്കാം. അദത്തം തം തുഭ്യം മണിവരമനേനാൽപമനസ പ്രസേനസ്തദ്ഭ്രാത ഗളഭൂവിവഹൻ പ്രാപ മൃഗയാം അഹന്നേനം സിംഹോ മണിമഹസി മാംസഭ്രമവശാൽ കവീന്ദ്രസ്തം ഹത്വാ മണിമപി ച ബാലായ ദദിവാൻ. അദത്തം എന്ന് പറഞ്ഞാൽ നൽകാത്തത്, ദത്തമല്ലാഞ്ഞ, തം അതിനെ, ആ രത്നത്തെ, തുഭ്യം അദത്തം നിനക്കായിക്കൊണ്ട് അദത്തമായത്. മണിവരം എന്ന് പറഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠമായ രത്നം. മണിവരം അനേന, അല്പമനസ്സാ അനേന അദത്തം നിൽക്കും. അല്പമനസ്സായ ഇവനാൽ തരാത്ത ആ രത്നത്തെ പ്രസേനൻ തത്ഭ്രാത, അവൻ്റെ ഭ്രാതാവ് സഹോദരനായ പ്രസേനൻ ഗളഭൂവി, കണ്ഠത്തിൽ ആ രത്നം കഴുത്തിൽ ധരിച്ചുകൊണ്ട്, വഹിച്ചുകൊണ്ട്, ഗളഭൂവി എന്ന് പറഞ്ഞാൽ കഴുത്തിൽ, ഗളഭൂവ് എന്ന് പറഞ്ഞാൽ സ്ഥാനം, അതിൽ വഹിച്ചുകൊണ്ട് പ്രാപ മൃഗയാം പ്രാപ എന്ന് പറഞ്ഞാൽ നായാട്ടിന് പ്രാപ പോയി എന്നർത്ഥം. ഇവിടെ അഹൻ ഏനം അഹൻ, ഇവനെ അഹൻ ഹനിച്ചവനായ സിംഹ, ഒരു സിംഹം വധിച്ചു ആ സമയത്ത്. മണിമഹസി മാംസഭ്രമവശാത്, എന്തിനാണ്? മണിമഹസിൽ, ആ രത്നത്തിൻ്റെ തേജസ്സിൽ മാംസഭ്രമവശാലാണ്, മാംസമാണെന്നുള്ള ഭ്രമത്താൽ ആണ് സിംഹം വധിച്ചത്. പക്ഷേ മാംസമല്ലെന്ന് കണ്ടപ്പോൾ അത് ഭക്ഷിക്കാനൊക്കത്തില്ലല്ലോ, കടിച്ചെടുത്തുകൊണ്ട് പോയി കാണുമോ. ഇത് കണ്ടുകൊണ്ട് അപ്പോൾ ജാമ്പവാൻ വളരെ വൃദ്ധനാണെങ്കിൽ ഇതിൻ്റെ തേജസ് കൊണ്ട് ഈ രത്നം കണ്ടു. എന്നാൽ ഇത് തങ്ങളുടെ വീട്ടിലെ കുട്ടികൾക്ക് കൊടുക്കാമെന്ന് ചെയ്യും. സിംഹത്തെ അടിച്ച് വധിച്ചിട്ട് അതിനെ കൊണ്ട് കുട്ടികൾക്ക് കൊടുത്താണ്. കവീന്ദ്ര എന്ന് പറഞ്ഞാൽ ഇവിടെ ജാമ്പവി, കവിശ്രേഷ്ഠൻ. തം സിംഹം ഹത്വ അയനിച്ചിട്ട് മണിമപിച്ച, മണിയെയും ബാലായ ദദിവാൻ, തൻ്റെ കുട്ടിക്കായിക്കൊണ്ട് ദദിവാൻ നൽകിയവനായി കൊടുത്തു എന്നർത്ഥം. ജാമ്പവാൻ്റെ കഥ, ബ്രഹ്മദേവൻ്റെ തന്നെ പുത്രനാണ്, ചിരഞ്ജീവിയാണ്, ശ്രീരാമൻ്റെ ഭക്തനാണ്, അതുകൊണ്ട് ജീവിച്ചിരിക്കുകയാണ്. അടുത്ത പറ്റി നോക്കാം. ശശംസു സത്രാജിദ്ഗിരമനു ജനാസ്ത്വാം
മണിഹരം ജനാനാം പീയൂഷം ഭവതി ഗുഡിനാം ദോഷഗണിയാത്തതഃ സർവജ്ഞോപി സ്വജനസഹിതോ മാർഗണപരഃ പ്രസേനം തം ദൃഷ്ട്വാ ഹരിമപി ഗതോ ഭൂഃ കവിഗുഹാം. ശശംസു എന്ന് പറഞ്ഞാൽ സാധാരണ പ്രശംസിച്ചു എന്നാണ്, ഇവിടെ പറഞ്ഞു നടന്നു എന്നുള്ളർത്ഥമാണ്. സത്രാജിത് ഗിരം അനു, സത്രാജിത് ഗിരം, സത്രാജിതിൻ്റെ വാക്കിനെ അനു എന്ന് പറഞ്ഞാൽ അതിനെ പിടിച്ച് അതിനെ അനുഗമിച്ച് ജനങ്ങൾ പറഞ്ഞു നടന്നു. ത്വാം മണിഹരം, നിന്നെ മണിഹരനെന്ന്, നിന്നെ മണി മോഷ്ടിച്ചവനാണെന്ന് പറഞ്ഞു നടന്നു. സത്രാജിത്ത് പറഞ്ഞു, കാട്ടിൽ പോയ പ്രസേനനെ കാണുന്നില്ല, പ്രസേനൻ മരിച്ചതേ കണ്ടുള്ളൂ, വധിച്ചിട്ട് ഈ രത്നം ആരോ അപഹരിച്ചിരിക്കുന്നു എന്ന് മനസ്സിലായി. അപ്പോൾ പറഞ്ഞു ഇങ്ങനെ ശ്രീകൃഷ്ണൻ ഇത് ചോദിച്ചിരുന്നു എന്ന് മാത്രം സത്രാജിത്ത് പറഞ്ഞു. അത് കേട്ടവർ ഇനിയും ശ്രീകൃഷ്ണൻ തന്നെയാണോ ഇതിൻ്റെ പുറകിൽ എന്ന് ശ്രീകൃഷ്ണൻ ചോദിച്ചിരുന്നല്ലോ രത്നം. അങ്ങനെ എല്ലാവരും ഒരു രഹസ്യമായ സംസാരം വന്നു എന്നാണ്. ജനാനാം പീയൂഷം ഭവതി, ജനങ്ങൾക്ക് പീയൂഷമാണ്, അമൃതമാണ് ഭവതി ആകുന്നത്. എന്താണ്? ഗുണനാം ദോഷഗണിക, ഗുണമുള്ളവരുടെ ദോഷഗണിക എന്ന് പറഞ്ഞാൽ ഒരല്പം ദോഷം കേട്ടാൽ പോലും എല്ലാവർക്കും പറഞ്ഞു നടക്കാൻ വളരെ പീയൂഷമാണ്, അമൃതമാണ് എന്നർത്ഥം. തതഃ അനന്തരം സർവജ്ഞാപി, നീ ആകട്ടെ പട്ടതിരി പറയുന്നതാണ്, അങ്ങാകട്ടെ സർവജ്ഞനാണെങ്കിലും സ്വജനസഹിത, സ്വജനങ്ങളോടുകൂടി മാർഗണപരഹ, അന്വേഷണപരഹ. മാർഗണം എന്ന് പറഞ്ഞാൽ അന്വേഷണത്തിൽ തൽപരനായിട്ട് എല്ലാവരും ഒന്ന് അന്വേഷിച്ച് കളയാം എന്ന് പറഞ്ഞ് പ്രസേനം തം ദൃഷ്ട, തം പ്രസേന, പ്രസേനനെ കണ്ടിട്ട്, പ്രസേനനെ മാത്രമല്ല ഹരി അവിടെ സിംഹം എന്നുള്ളർത്ഥമാണ്, ഹരിയും ഹരിയെയും ആ മാർഗം പിന്തുടർന്ന് ഗതോഭൂഹു കവിഗുഹാം ഗതഃ, ജാമ്പവാൻ്റെ, കവി എന്ന് പറഞ്ഞാൽ വാനർ, ഗുഹയെ ഗതഃ പ്രാപിച്ചവനായി ഭവിച്ചു. അവന്തമവിതർക്കേൻ അതിവയാഃ സ്വയം ജാമ്പവാൻ മുകുന്ദശരണം ഹിമാം കൈഹരോദ്ധുമിത്യാലപൻ വിഭോ രഘുപതേ ഹരേ ജയ ജയേത്യലം മുഷ്ടിഭിശ്ചിരം തവ സമർച്ചനം വ്യഥിത ഭക്തചൂടാമണി. ഭവന്തം അവിതർക്കയൻ, അത് ഭവാനെ അങ്ങേ അവിതർക്കയൻ എന്ന് പറഞ്ഞാൽ സംശയിക്കാതെ, മനസ്സിലാക്കാതെ എന്നുള്ളതാണ്. ഇവിടെ ഈ ശ്രീരാമൻ്റെ ഏറ്റവും വലിയ ഭക്തനാണല്ലോ ഈ ഹനുമാനും ജാമ്പവാനും ഒക്കെ. പക്ഷേ ഭഗവാൻ അവതാരം തന്നെയാണെന്ന് അറിയാതെ എന്നുള്ളതാണ്. അതിവയാഹ എന്ന് പറഞ്ഞാൽ അത്യന്തം വയസ്സായവനായ ജാമ്പവാൻ, വയസ്സാ സ്വയം ജാമ്പവാൻ എന്ത് ചെയ്തു? മുകുന്ദശരണനായ ഭഗവാന്റെ ശരണം പ്രാപിച്ചിരിക്കുന്ന മാം എന്നെ, ഈ ആകട്ടെ അവയാണ് കഹ ഇഹ, ആരാണിവിടെ രോദ്ധും എന്നോട് യുദ്ധം ചെയ്യുന്നത്. ഇതി ആലപൻ, ഇപ്രകാരം പറഞ്ഞുകൊണ്ട് വിഭോ രഘുപതേ, അപ്പം ശ്രീരാമചന്ദ്രനെ ഇങ്ങനെ വിളിക്കുന്നുണ്ടല്ലോ, വിഭോ രഘുപതേ ഹരേ, അത് ജയ ജയ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ശ്രീകൃഷ്ണനെ മുഷ്ടി കൊണ്ട്, ഇതി അലം എന്ന് പറഞ്ഞാൽ രണ്ടർത്ഥമുണ്ട്, കുറച്ചൊന്നുമുണ്ട്, വളരെ എന്നർത്ഥമുണ്ട്. മുഷ്ടികളെ കൊണ്ട് ചിരം, വളരെ കാലം, വളരെ സമയം. തവ സമർച്ചനം വിധിത, അങ്ങയുടെ സമർച്ചനത്തെ ചെയ്തു, മുഷ്ടി കൊണ്ടാണ് എന്നർത്ഥം. ഭക്തചൂടാമണിയായ ആ ജാമ്പവാൻ. അടുത്ത ചോദ്യം നോക്കാം. ബുദ്ധ്വാധ തേന ദത്തം നവരമണീം വരമണിഞ്ച പരിഗൃഹൻ അനുഗൃഹൻ അമുമാകാസപതി ച സത്രാജിതേ മണിം പ്രാദാം. ബുദ്ധ്വ, മനസ്സിലാക്കിയിട്ട്, കുറച്ച് കഴിഞ്ഞപ്പോൾ മനസ്സിലായി. അപ്പം ജാമ്പവാന് മനസ്സിലായി തന്നോട് എതിരിട്ട് നിൽക്കാൻ ഭഗവാനല്ലാതെ അപ്പോൾ ചോദിച്ചു, അങ്ങ് ആരാണ്? അപ്പോൾ പറഞ്ഞ് ഇങ്ങനെ ആ കാര്യമെന്ന് പറഞ്ഞപ്പോൾ തൊഴുതു. ശ്രീകൃഷ്ണനെക്കുറിച്ച് അറിയാൻ കേട്ടിട്ടുണ്ട്, ശ്രീകൃഷ്ണൻ അവതാരം തന്നെയാണെന്നറിയാം, തൊഴുതു. അനന്തരം ബുദ്ധ, മനസ്സിലാക്കിയിട്ട് തേന ദത്താം, അവനാൽ നൽകപ്പെട്ട നവരമണിയും, പുതിയ രമണി, അത് ജാമ്പവതി എന്ന പുത്രിയാണ്, നവരമണിയായ പുതിയ രമണിയായ വരമണിയും ച എന്ന് മാത്രമല്ല ശ്രേഷ്ഠമായ രത്നത്തെയും പരിഗൃഹൻ സ്വീകരിച്ചുകൊണ്ട് അനുഗൃഹൻ അമും, അവനെ അനുഗ്രഹിക്കുന്നവനായിട്ട്, അനുഗൃഹൻ അമും ഇവനെ ആഗാഹ എത്തിച്ചേർന്നു, പോയി. സപതി പെട്ടെന്ന് തന്നെ വെച്ചാൽ സത്രാജിതേ മണിം പ്രാഗാഹ, സത്രാജിത്തിനായിക്കൊണ്ട് ചതുർത്ഥിയാണ്, മണിയെ പ്രാദാഹ നൽകി എന്നർത്ഥം. തദനു സ ഖലു വ്രീളാലോലോ വിലോല വിലോചനം ദുഹിതരമഹോ
ധീമാൻ ഭാമാം ഗിരൈവ പരാർപ്പിതാം അതിതമണിനാതുഭ്യം ലഭ്യം സമേത്യ ഭവാനപി പ്രമുദിതമനാസ്തസ്യൈവാദാന്മണിം ഗഹനാശയഃ. തദനു വ്യയമാണ്. അനന്തരം സഹ അവൻ ഖലു നിശ്ചയമായും വ്യയം മൃഗാലോലഹ വളരെ ലജ്ജയോടുകൂടിയവനായിപ്പോയി ഈ സത്രാജിത്ത്. താൻ പറഞ്ഞാണ് ഒരു പ്രചാരം വന്നിങ്ങനെ ശ്രീകൃഷ്ണൻ ആണ് ഈ മണീകരിച്ചതിൻ്റെ പുറകിൽ നിന്ന് തെച്ചു. അതുകൊണ്ട് ആ ലജ്ജിതനായി. ലോലഹ മൃഗ എന്ന് വെച്ചാൽ ലജ്ജ. വിലോലനാം ദുഹിതരം വിലോലം വചന കടക്കണ്ണൊക്കെയുള്ള സത്യഭാമയുടെ കാര്യമാണ്. ദുഹിതാരവും മകളെ അഹോ ധീമാൻ ബുദ്ധിമാനാണ്. ഭാമയെ സത്യഭാമയെ ഗിരൈവ പരാർപ്പിതാം മറ്റൊരാൾക്ക് അർപ്പിതയായിരുന്നു. ഗിര വാക്കിനാൽ, ഗിര ഏവ വാക്കിനാൽ തന്നെ പരാർപ്പിതയായ സത്യഭാമയെ അതിത നൽകി. മണിയോടുകൂടിയാണ് നൽകിയത്. തുഭ്യം നിനക്കായിക്കൊണ്ട് നൽകി. ലഭ്യം സമേത്യ ലഭിച്ചതിനെ സ്വീകരിച്ചിട്ട് ഭവാൻ അങ്ങ് ആകട്ടെ ഭവാനപി പ്രമുദിതമനാഹ സന്തുഷ്ടനായിട്ട് മനസ്സഃ തസ്യ ഏവ അവന് തന്നെ ആദാത് തസ്യേവ അദാത്ത് എന്നാണ്. അദാത്ത് എന്ന് പറഞ്ഞാൽ നൽകി. മണിയെ എന്ന് പറഞ്ഞാൽ രത്നം അങ്ങേക്ക് അങ്ങയുടെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ, ഞാൻ സത്യഭാമയെ സ്വീകരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ഗഹനാശയ എന്നാണ്. കാരണം അങ്ങനെ കൊടുക്കുന്നത് വളരെ ആശയം മനസ്സിലുണ്ടായിട്ടുള്ള ആളാണ്, മനസ്സിൽ വെച്ചുകൊണ്ടാണ്. കാരണം താൻ അത് ഇനിയിപ്പോൾ സ്വീകരിക്കുന്നത് ശരിയല്ല എന്നൊക്കെയുള്ള ആശയമാണല്ലോ. പ്രീളാകുലം രമയതി ത്വയി സത്യഭാമാം കൗന്ദേയദാഹ കഥയാഥ കുരൂൻ പ്രയാതേ ഹി ഗാന്ധിനേ കൃതവർമ്മഗിര നിപാത്യ സത്രാജിതം ശതധനോറും മണിമാജഹാരാം. പ്രീളാകുല ലജ്ജാകുലയായ സത്യഭാമയെ രമേതി ത്വയി രമേതി നീ രമിപ്പിച്ചപ്പോൾ എന്നാണ്. നിന്നിൽ രമിപ്പിക്കുന്നവനിൽ രമയൻ എന്നുള്ളതിൻ്റെ സപ്തമിയാണ്. നീ രമിപ്പിച്ചപ്പോൾ ആ സമയത്ത് അവളെ വളരെ സന്തോഷമായിട്ട് കഴിയുമ്പോഴാണ് അറിയുന്നത് തൻ്റെ വസുദേവരുടെ സഹോദരിയാണ് കുന്തിയുടെ പുത്രന്മാരാണല്ലോ പാണ്ഡവന്മാർ. ആ പാണ്ഡവന്മാർ അരക്കില്ലത്തിൽ ദഹിച്ചു പോയി എന്നൊരു വാർത്ത കിട്ടും. നേരെ അവിടെ പോവുകയാണ്, കുരു ദേശത്തേക്ക് പോവുകയാണ്. അവർ ഇതാണല്ലോ അച്ഛൻ്റെ സഹോദരിയുടെ പുത്രന്മാരാണല്ലോ, സുഹൃത്തുക്കളുമാണ്. അതാണ് കൗന്ദേയ ദാഹകഥ. കുന്തിയുടെ പുത്രന്മാരാണ് കൗന്ദേയന്മാർ. അവരുടെ ദാഹം ഇവരിങ്ങനെ ദഹിച്ചു പോയി എന്നുള്ള കഥയാൽ കുരുദേശാൻ എന്ന് പറഞ്ഞാൽ കുരുക്ഷേത്രദേശങ്ങളിലേക്കെന്ന് പറഞ്ഞാൽ ആ ദേശത്തേക്ക് പ്രയാതേ അങ്ങനെ രമിച്ചുകൊണ്ട് ഇരിക്കുമ്പോൾ നീ പോയപ്പോൾ ഒന്ന് സപ്തമിയാണ്. ഹി കഷ്ടം എന്നുള്ളർത്ഥമാണ്. ഹി ഗാന്ധിനേ കൃതവർമ്മഗിര. ഗാന്ധിനേ എന്ന് പറഞ്ഞാൽ അക്രൂരനാണ്. അക്രൂരൻ്റെയും കൃതവർമാവിൻ്റെയും വാക്കിനാൽ ഗീഹി ഗിരവ് നിപാത്യ സത്രാജിതം. സത്രാജിനെ നിഹനിച്ചിട്ട്, നിപാത്യ അവിടെ അർത്ഥമാണ് നിപതിപ്പിച്ചിട്ടെന്നർത്ഥം. പതിപ്പിച്ചിട്ടെന്ന് പറഞ്ഞാൽ വധിച്ചിട്ട് ശതധനു മണിം ആജഹാര ആ രത്നത്തെ അപഹരിച്ചു. ശതധന്വാവിനാണ് ആ സത്യഭാമയെ വിവാഹം കഴിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞതപ്പോൾ ഈ അക്രൂരരും കൃതവർമാവും കൂടെ പറഞ്ഞു, നിനക്ക് വാക്ക് പറഞ്ഞിട്ട് അത് തെറ്റിച്ചു കളഞ്ഞു, നീ അതിന് പ്രതികാരം ചെയ്യണം എന്ന് പറഞ്ഞു. ശതധന്വാന് നേരിട്ട് പോയി സത്രാജിനെ വധിച്ച ആ രത്നം എടുത്തുകൊണ്ട് വന്നു എന്നർത്ഥം. ശോകാത് കുരൂനുപഗതാമവലോക്യ കാന്താം ഹത്വാ ദ്രുതം ശതധനും സമഹർഷയസ്താം രത്നേ സശങ്കൈവ മൈഥിലഗേഹമേത്യ രാമോ ഗദാം സമശിക്ഷിക്ഷത ധാർത്തരാഷ്ട്രം. ശോകം സത്യഭാമയുടെ കാര്യമാണ്. അത്യന്തം ദുഃഖത്തോടുകൂടി ശോകഹേതുവായിട്ട് കുരൂനുപഗതാം നേരെ ആ കൃഷ്ണൻ്റെ അടുത്തേക്ക് ആ കുരു ദേശത്തേക്ക് തന്നെ എത്തി. സത്യഭാമ എത്തി. വിവരം അറിയിക്കുക മാത്രമല്ല, തൻ്റെ പിതാവാണല്ലോ വധിക്കപ്പെട്ടത്. ഗുരുവിന് ഉപഗത അവിടെ എത്തിച്ചേർന്ന കാന്താം അവലോക്യ സത്യഭാമയെ കണ്ടിട്ട് തിരിച്ച് പെട്ടെന്ന് വന്നിട്ട് ദുരിതം പെട്ടെന്ന് തന്നെ ഹത്വാ ശതധനുവിനെ ഹനിച്ചിട്ട് കുതന്തോവ്യം സമഹർഷയ അങ്ങനെ അവളെ സത്യഭാമയെ സന്തോഷിപ്പിച്ചു എന്നാണ്. അത്രയെങ്കിലും
ചെയ്ത് അത്രയെങ്കിലും സന്തോഷമാകാമല്ലോ. രത്നേ സശങ്കൈവ തിരിച്ച് വന്നപ്പോൾ ഇവർ രണ്ടുപേരും കൂടെ ബലരാമനും ശ്രീകൃഷ്ണനും കൂടെ വന്നത്. ശതധന്വാവ് കുതിരപ്പുറത്ത് ഓടിപ്പോയെന്നാണ്. പക്ഷേ പിന്തുടർന്നിട്ട് പഞ്ചാല ദേശത്തിനടുത്ത് ചെന്നപ്പോഴത്തേക്ക് കുതിര ക്ഷീണിച്ചു. കുതിരയിൽ നിന്ന് ഇറങ്ങി ഓടി ശതധന്വാവിനെ പുറകെ നിന്ന് വധിച്ചു. അപ്പോൾ രത്നം കയ്യിൽ കാണുമെന്നാണ് വിചാരിച്ച് രത്നം കാണുന്നില്ല. അപ്പോൾ കൃഷ്ണൻ പറഞ്ഞു, രത്നം കാണുന്നില്ലല്ലോ ചേട്ടാ എന്ന് പറഞ്ഞു എന്നാണ്. ഇത് കൃഷ്ണൻ പറഞ്ഞത് ശരിയാണോ എന്ന് ശങ്കയായി, സംശയമായി ആർക്ക് എന്നതുപോലെ എന്നാണ്. ബലഭദ്രനാമന് സംശയമായി എന്നതുപോലെ എന്ത് ചെയ്തു, ആ മിഥില രാജ്യത്തിൻ്റെ അടുത്ത് വരെ ഈ ശതധന്വാവ് ഓടിയായിരുന്നു. അപ്പം പറഞ്ഞു, ഞാൻ മിഥില രാജ്യത്തോട്ട് പോവുകയാണ്, കുറച്ച് ദിവസം അവിടെ തങ്ങിയിട്ട് വരാം, നീ കൃഷ്ണൻ പൊയ്ക്കൊള്ളുക എന്ന് പറഞ്ഞ് കൃഷ്ണനെ തിരിച്ചു വിട്ടു എന്നാണ്. രത്നത്തിൽ ശങ്കയോടുകൂടിയവൻ എന്നതുപോലെ മിഥിലാപതിയുടെ ഗേഹം വീട്ടിലെത്തി. അവിടെ ചെന്നിട്ട് ബലരാമനെ ഗതാം സമശിക്ഷിക്ഷത, ഗതയെ പഠിപ്പിച്ചു. ധൃതരാഷ്ട്രരുടെ പുത്രൻ ദുര്യോധനൻ എന്ന് ആ മിഥിലാ രാജ്യത്തുണ്ട്. ആ ദുര്യോധനെ കുറച്ചു കാലം നന്നായിട്ട് ഗത ശിക്ഷണം കൊടുത്തു. ആ ഗത പഠിച്ചതിൻ്റെ ഗുരു ബലരാമനാണ്, ദുര്യോധനൻ്റെ ഗുരു. അക്രൂരയേഷ ഭഗവൻ ഭവതിച്ഛയൈവ സത്രാജിതഃ കുചരിതസ്യ യോജഹംസം അക്രൂരതോ മണിമനാഹൃതവാൻ പുനസ്ത്വം തസ്യൈവ ഭൂതിമുപധാതും ഇതി ബ്രുവന്തി. ഇതിനിടയ്ക്ക് നടന്ന സംഭവം, ഈ ശതധന്വാവ് പറഞ്ഞു ശ്രീകൃഷ്ണനും ബലരാമനും കൂടെ തൻ്റെ നേർക്ക് വരുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോൾ അവിടെ നിന്ന് ഓടിപ്പോകാൻ. അപ്പം അക്രൂരനോട് പറഞ്ഞു, എനിക്ക് എന്നെ രക്ഷിക്കണമെന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, അതൊന്നും പറ്റത്തില്ല, ശ്രീകൃഷ്ണനും ബലരാമനും കൂടെ വന്നാലേ ഞങ്ങൾക്ക് രക്ഷിക്കാനൊന്നും പറ്റുകയില്ല എന്ന് പറഞ്ഞു. എന്നാൽ ഈ മണി ഇവിടെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് അക്രൂരൻ്റെ കൊടുത്തിട്ട് ശതധന്വാവ് ഓടുകയായിരുന്നു കുതിരപ്പുറത്ത്. അക്രൂരഹ ഏഷ അക്രൂരഹ, ഈ അക്രൂരൻ അല്ലയോ ഭഗവാനെ, ഭഗവതിച്ഛയാ ഏവ, അങ്ങയുടെ ഇച്ഛയാൽ തന്നെയാണ്, സത്രാജിത്തിൻ്റെ കുചരിതനായ സത്രാജിത്തിൻ്റെ നല്ല ചരിത്രമല്ല എന്ന് പറയുമ്പോഴേ അതിനൊരു കാരണം പറയുന്നത്, ഈ രത്നം ഒരു വീട്ടിലിരുന്നാൽ അതിന് എന്നും പൂജ നടത്തണം, നന്നായിട്ട് പൂജ നടത്തിയെങ്കിലേ അതിൻ്റെ ശക്തി പോകാതെ ഇരിക്കത്തുള്ളൂ. അങ്ങനെ പൂജ നടത്തി ഇരിക്കുമ്പോൾ വളരെയധികം ധനം ആ രത്നം ഉള്ളിടത്ത് ഉണ്ടാകും എന്നാണ്. വളരെ കൂടുതൽ ധനം ഉണ്ടാകും. പക്ഷേ അത് ഒരു വീട്ടിൽ അതിരിക്കാൻ പാടില്ല. സാധാരണ ഒരു വീടുകളിലും അതിരിക്കാൻ അത് ഭരണകർത്താവിന് വേണ്ടതാണ്. ഉദാഹരണമായിട്ട് ഈ റിസർവ് ബാങ്ക് എന്ന് പറയുന്ന സംവിധാനമൊന്നും ആർക്കും പ്രൈവറ്റായിട്ട് കൊടുക്കുകയില്ലല്ലോ. ഒരു രാഷ്ട്രത്തിൻ്റെ എന്ന് പറയുന്നത് പോലെയാണ് ഇങ്ങനെ ഇത്രയും വലിയ ധനമുള്ള രത്നം അത് കൈവച്ചുകൊണ്ടിരിക്കുക എന്ന് പറയുന്നത് തന്നെ ശരിയല്ലല്ലോ. അതാണ് കുചരിതനാണ്, അത്ര നല്ല ചരിതമല്ലാത്ത ആളാണ്. അത് അസ്ത്രാജിത്തിൻ്റെ ഹിംസയെ യുയോജ എന്ന് പറഞ്ഞാൽ അതിനെ വേണ്ട ഒത്താശ ചെയ്തു, യോജിപ്പിച്ചു എന്ന് പറഞ്ഞാൽ ഒത്താശ ചെയ്തു. അക്രൂരൻ ഭഗവതിച്ഛയ ഏവ എന്നാണ്, അങ്ങയുടെ ആഗ്രഹത്താൽ തന്നെ ആയിരിക്കാം എന്നാണ്. അക്രൂരത, അക്രൂരനിൽ നിന്നും മണി ആ രത്നത്തെ അനാഹൃതവാൻ തിരിച്ചു വാങ്ങിച്ചില്ല എന്നാണ്. വീണ്ടും ത്വം എന്ന് പറഞ്ഞാൽ നീ ശരിക്ക് സത്യഭാമിക്ക് അവകാശപ്പെട്ടതെന്നല്ല, കൃഷ്ണൻ്റെ കയ്യിലാണ് ഇരിക്കേണ്ടത്, പക്ഷെ വാങ്ങിച്ചില്ല. ത്വം തസ്യ ഏവ, അവന് തന്നെ ഭൂതിയും ഉപധാതും, ഭൂതി എന്ന് പറഞ്ഞാൽ ഐശ്വര്യം, ഉപധാതും ഉണ്ടാകട്ടെ, അത് ഉണ്ടാകാൻ വേണ്ടി ഇതി ബ്രുവന്തി എന്ന് പറയുന്നു. അതിനുവേണ്ടിയാണ് അക്രൂരന് തന്നെ കൊടുത്തു. കാരണം ഈ രത്നത്തിന് എന്നും പൂജ ചെയ്തുകൊണ്ടിരിക്കണം. അത് അക്രൂരനെ ഒക്കും, അക്രൂരനെ ആ സമയത്ത് പറ്റുകയുള്ളൂ എന്നറിയാം. അക്രൂരനെ അങ്ങനെ ആയിക്കോട്ടെ എന്നും വിചാരിച്ചു എന്നാണ്. അടുത്ത പദ്യം. ഭക്തസ്ത്വയി സ്ഥിരതര സഹിഗന്ധിനേയസ്തസ്യൈവ കാപഥപതി കഥമീശജാത വിജ്ഞാനവാൻ പ്രശമവാനഹമിത്യുദീർണം ഗർവം ധ്രുവം ശമയിതും ഭവതാ കൃതൈവ. അക്രൂരൻ്റെ ഒരു പ്രത്യേകത, അക്രൂരൻ ആ കാലത്തെ ഏറ്റവും പണ്ഡിതനായിരുന്നു, തപസ്യ പോലെ ഇരിക്കുന്ന ആളാണ്, ഗൃഹസ്ഥനാണെങ്കിൽ പോലും. ആ ഒരു അഹങ്കാരവും ഉണ്ടായിരുന്നു. എനിക്ക് ആ ഒരു പാണ്ഡിത്യമുണ്ട്, അതുപോലെ എനിക്കെല്ലാം മുൻകൂട്ടി കാണാം എന്നൊക്കെയുള്ളൊരു അഹങ്കാരം ഉണ്ടായിരുന്നു. അതൊന്ന് കുറയ്ക്കണം എന്നുകൂടി ഭഗവാൻ ഉദ്ദേശിച്ചു എന്നർത്ഥമാണ്. ഭക്ത
ത്വയി ഭക്ത അങ്ങയിൽ ഭക്തനായ സ്ഥിരതര ഏറ്റവും സ്ഥിര ബുദ്ധിയുള്ളവനായ സഹ ഗാന്ധിനേയ ഗാന്ധിനേയനാകട്ടെ തസ്യൈവ കാപഥമതി അവന് തന്നെ അവൻ്റെ തന്നെ കാപഥമതി എന്ന് പറഞ്ഞാൽ ഈ ദുർബുദ്ധി മതിബുദ്ധിയാണല്ലോ കാപഥമതി പഥം കാപഥം നല്ലതല്ലാത്ത വഴിയിലുള്ള ബുദ്ധി കഥം എങ്ങനെ ഈശ അല്ലയോ ഈശ ജാത എങ്ങനെയുണ്ടായി. അതിന് കാരണം ഭഗവാൻ ഉദ്ദേശിച്ചതാണ്. ആ ഗർവമൊന്ന് പോകണമല്ലോ. വിജ്ഞാനവാനാണ്, പ്രശമവാനാണ്, ശാന്തിയുള്ളവനാണ് എന്നുള്ള ഒരു ഭാവം. പ്രശമവാൻ അഹം ഞാൻ അങ്ങനെയാണെന്നുള്ള ഉദീർണം ഗർവം വലിയ ഗർവിനെ ധ്രുവം ശമയിതും ഇല്ലാതാക്കുന്നതിനാണ് നിശ്ചയം. ഭവതാ കൃതായവ അതിനുവേണ്ടി ഭവാനാൽ കൃത ചെയ്തത് തന്നെ എന്ന് പണ്ഡിതര് പറയുന്നതാണ്. യാതം ഭയേന കൃതവർമ്മയുധം പുനസ്തം അഹൂയ തദ്വിനിഹിതം ച മണിം പ്രകാശ്യ തത്രൈവ സുവ്രതധരേ വിനിധായ തുഷ്യൻ ഭാമാകുജാന്തശയനഃ പവനേശ പായാഹം. ഭഗവാൻ വന്നു കഴിഞ്ഞപ്പോഴേ അക്രൂരരും ഉദ്ദേശിച്ചു ഇത് ശരിയാവത്തില്ല, ഇവിടെ നിന്നാലെന്ന് ഉദ്ദേശിച്ച് അവിടുന്ന് അങ്ങ് പോവുകയാണ്, ദൂരദേശത്തേക്ക് അങ്ങ് പോയി. യാതം പോയവനായ ഭയം കൊണ്ട് തന്നെയാണ്. കൃതവർമ്മാവിനോട് കൂടിയാണ് പോയത്. യുദ്ധം എന്ന് പറഞ്ഞാൽ കൂടി. പുനഃത്തം അവനെ ആ ക്രൂരരെ ആഹൂയ വിളിച്ചു വരുത്തി ഭഗവാൻ. തദ്വിനിഹിതം അവനിൽ ഏൽപ്പിച്ചിരുന്നത് വിനിഹിതമായി വെച്ചിരുന്ന മണിം ആ രത്നത്തെ പ്രകാശ്യ എന്ന് പറഞ്ഞാൽ പ്രകാശിപ്പിച്ചു. അത് എല്ലാവരുടെയും സമക്ഷം അത് ഇവിടെയുണ്ട് മണി, എല്ലാവരും മനസ്സിലാക്കണമെന്ന് അതിനെ വെളിപ്പെടുത്തി കാണിച്ചു കൊടുത്തു എന്നർത്ഥം. തത്രൈവ സുവ്രതധരേ തത്ര സുവ്രതധരേ ഏവ തത്ര അവിടെ നല്ല വ്രതം ഉള്ളവനായ അവിടുത്തെ അക്രൂരൻ്റെ സ്ഥലത്ത് വീട്ടിൽ തന്നെ വിനിധായ വെച്ചിട്ട് തുഷ്യൻ സന്തോഷത്തോടു കൂടിയവനായിട്ട് ആ സത്യഭാമയോട് കൂടി. അതുപോലെ ഭാമാകുചാന്തശയന ഭാമയുടെ ഉരസിൽ കുജങ്ങളുടെ അന്തഃ എന്ന് പറഞ്ഞാൽ മധ്യത്തിൽ ശയിക്കുന്നവനായ ഭാമയോടൊപ്പം സന്തോഷത്തോടു കൂടി കഴിയുന്നവനായ അല്ലയോ അങ്ങനെയുള്ള പവനേശ ഗുരുവായൂരപ്പ രക്ഷിച്ചാലും എന്നെയും രക്ഷിച്ചാലും പായാഹ എന്ന് പറഞ്ഞാൽ രക്ഷിച്ചാലും നീ രക്ഷിച്ചാലും. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ.